ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഓണാഘോഷങ്ങൾ കൂടുതൽ ഓണാഘോഷങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടുത്തെ മലയാളീസിന്റെ ഓണാഘോഷം കാണാൻ കേട്ടോ. അങ്ങനെ ഒരു ഓണാഘോഷമാണ് കഴിഞ്ഞ ദിവസം മെൽബണിൽ നടന്നത്. കേരള കൾച്ചറൽ ക്ലബിന്റെ രാവിലെ തുടങ്ങിയില്ലേ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള പല തരത്തിലുള്ള മത്സരങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിലെ നൊസ്റ്റാൾജിയ കിട്ടാൻ രീതിയിലുള്ള കസേര കളി, മിഠായി പിറക്കല്, എന്തിനു പറയണു എല്ലാവരും കൂടി ഒത്തൊരുമിച്ചില്ലേ ഒരു ആഘോഷ തിമിർപ്പായിരുന്നു കേട്ടോ. മത്സരങ്ങളെല്ലാം കഴിഞ്ഞപ്പിക്കല്ലേ ഓണത്തിന്റെ മുഖ്യ ആകർഷണം ഓണസദ്യ റെഡി കേട്ടോ. 10-24 തരം കൂട്ടം കറികളും 2 തരത്തിലുള്ള പായസം കേട്ടില്ലേ. ഒരു ഗംഭീര ഓണസദ്യ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ടില്ലേ വിന്താലു പാലസ് എന്ന് പറഞ്ഞ ടീമായിട്ടോ നമുക്ക് ഓണസദ്യ നോണ്ടിരുന്നത്. എന്താ ഒരു രുചി എന്നറിയാമോ. എല്ലാവരും ആസ്വദിച്ച് ഓണസദ്യയാണ് കഴിച്ചു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടില്ലേ ആഘോഷം പെരുമഴയായിരുന്നു കേട്ടോ. തുടക്കം തന്നെ മെഗാ തിരുവാതിര, അത് കഴിഞ്ഞിട്ടോ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ മാവേലിനെ വരവേറ്റു. മാവേലി വന്ന് കൾച്ചറൽ പ്രോഗ്രാമിന് തിരി തെളിച്ചോടുകൂടിയില്ലേ പിന്നെ അങ്ങോട്ട് ആട്ടവും പാട്ടവുമായിട്ടില്ലേ കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുതിർന്നവരില്ലേ ആടി തിമിർത്തു. നാടൊക്കെ വിട്ടു വന്ന് ഇവിടുത്തെ ജോലി തിരക്കിനിടയ്ക്കില്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കേട്ടോ ഇങ്ങനത്തെ ഓണാഘോഷങ്ങളൊക്കെ. അതുകൊണ്ട് പഴമക്കാര് പറഞ്ഞ പോലെ കാണാൻ വീട്ടിൽ ഓണം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ടില്ലേ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടും. അപ്പൊ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്തൊക്കെ പരിപാടി അറിയാമോ. മോഹിനിയാട്ടം, സിനിമാറ്റിക് ഡാൻസ്, പാട്ടുകള്, ശിങ്കാരിമേളം, മൊത്തത്തിൽ കിടിലിനായിരുന്നു. ഈ പരിപാടിയുടെയൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങൾ പകർത്തിയെടുക്കാനായിട്ടില്ലേ ഭീംലൈറ്റ് സ്റ്റുഡിയോയിലെ നിവിൻ ബ്രോയില്ലേ പറന്നു കിടക്കായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.